ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 22ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടെ ആക്കിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്കായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മൻസൂർച്ച എല്ലാം വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ പത്തലിനെല്ലാം കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഒന്നും പണിയില്ലല്ലോ. അപ്പോൾ ഒരു 4:45 ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പത്തലിന് കുഴച്ച് വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ പത്തല് ചുടുന്ന സമയത്താണ് ഒരു 9 മണി 9 കേട്ടോ. കുഴച്ച് വെക്കൽ മുത്തായത്തിൻ്റെ സമയത്താണ് പത്തൽ തിന്നൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ഓറഞ്ചെല്ലാം തൊലി കളഞ്ഞിട്ട് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആർക്കും സുഖമില്ല, തൊണ്ടക്ക് സുഖമില്ല, പിന്നെ ചുമയും കഫക്കെട്ട് എല്ലാം ആയിട്ട് ഷേക്ക് കുടിച്ചിട്ട് അങ്ങനെ ഇതാ ചെമ്മീനെല്ലാം നേരത്തെ കൈറ്റ് ക്ലീനെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെമ്മീൻ കറിയൊക്കെയാണെന്ന് വിചാരിച്ച് ചാറാണ് കേട്ടോ. തേങ്ങ അരച്ച് വെച്ച ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം പിന്നെ ജ്യൂസിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അത് വേഗം കറക്കലർക്കായിട്ട് കൊടുക്കലാണ്. അങ്ങനെ പകുതി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും അരച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ കറക്കിൽ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് പിന്നെ പച്ചമുളകും പച്ചമാങ്ങ തക്കാളി പിന്നെ കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. അങ്ങനെ അവിടെ തിളക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ റെഡിയാക്കാനായിട്ട് എന്തില്ലല്ലോ, സ്നാക്കൊന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ ജ്യൂസാണ് കേട്ടോ മെയിൻ. അങ്ങനെ ഓറഞ്ച് ജ്യൂസാണ്. അതിനുള്ള പഞ്ചസാര അടിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ്. അങ്ങനെ പഞ്ചസാരയെല്ലാം അടിച്ചിട്ട് വെച്ചിട്ട് അതിന് ബാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പം ഈ ഓറഞ്ച് ഇട്ട് വെച്ചു കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പോൾ സ്കിബർ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കലാണ്. ഇപ്പോൾ ജ്യൂസിൻ്റെ പണി അവിടെ കഴിഞ്ഞോളും. പിന്നെ ഇതാ ഇപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം പിന്നെ റെഡിയാക്കി വെക്കുന്നുണ്ടായി കേട്ടോ, മുറിച്ചിട്ടെല്ലാം. അപ്പം റിയു പറഞ്ഞ് ഞാൻ വെക്കമ്മ എന്നിട്ട് അവളെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായി കേട്ടോ, അതെല്ലാം കഴുകി വെച്ചു. അങ്ങനെ കറിയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇതാ നോമ്പറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കലാണ് കേട്ടോ. പിന്നെ ഇന്ന് പഴം നിറച്ചതുണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ട് കേട്ടോ. പാസ്ത നല്ല ഉണ്ടായിന്. പഴം നിറച്ചത് 2 ഉള്ളൂ കേട്ടോ. അത് പിന്നെ ചിക്കൻ നിറച്ചതാണ് കേട്ടോ. ചിക്കൻ അതിൻ്റെ മസാല ചിക്കനാണ് കേട്ടോ. പിന്നെ മധുരമുള്ളതല്ല, പിന്നെ ചിക്കൻ മസാലയാക്കിയിട്ട് നിറച്ചതാണ്. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ കറിയെല്ലാം തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതാ പാസ്ത എല്ലാം ഒരു ചെറിയ പ്ലേറ്റിലെല്ലാം ആക്കിയിട്ട് എടുക്കലാണ്. ഞാനിപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്ത് സ്നാക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടാ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി പോയി. എന്താണെങ്കിൽ തിരക്കില്ലാലോ, ഒന്നും ഉണ്ടാക്കണ്ടാലോ എന്നിട്ട് ഇങ്ങനെ മെല്ലെ എല്ലാം ആക്കിയതുകൊണ്ട് ഒന്ന് ലേറ്റായി പോയിട്ടാ. ഇല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് ആലുണ്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവെക്കും, സെറ്റാക്കി വെക്കും, അങ്ങനെ ആക്കലുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടാ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ചിലപ്പോൾ കുറച്ച് മടി കുറച്ച് കൂടുതലല്ലേ. അങ്ങനെ റിയു ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ ഞാൻ വേഗം പോയിട്ട് ജ്യൂസെല്ലാം ആക്കി എടുക്കലാണ്. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തു. അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.